ആരോഗ്യത്തിന് വലിയ വില കൊടുത്ത് പലതും വാങ്ങുമ്പോഴും ഇതിനായി പല സ്ഥാപനങ്ങൾ കയറിയിറങ്ങുമ്പോഴും വളപ്പിലെ ആരോഗ്യ സ്രോതസ്സുകളെ അവഗണിക്കുകയാണ് നമ്മളിൽ പലരും. വളപ്പിൽ കണ്ടുവരുന്ന ആരോഗ്യപരമായ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഏറെയുണ്ട്. ഇതിൽ ഒന്നാണ് കീഴാർനെല്ലി. യുഫോർബിക്ക എന്ന ശാസ്ത്രീയ സസ്യഗണത്തിൽപ്പെടുന്ന ഒന്നാണിത്. സാധാരണ നെല്ലിക്കയുടെ ഇലയോട് സാമ്യമുള്ള ഇതിൻ്റെ കായ നെല്ലിക്കായയുടെ ചെറുരൂപം പോലെയാണെന്ന് പറയാം. എന്നാൽ ഇലകൾക്കിടയിലാണ് ഇതിൻ്റെ കായകൾ കാണപ്പെടുന്നത്. ഇതാണ് കീഴാർനെല്ലി എന്നു പേര് വരാൻ കാരണം. കീഴാർനെല്ലി ആയുസ്സിൻ്റെ മരുന്ന്. ആയുർവേദത്തിൽ പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ആരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന സസ്യമാണ് കീഴാർനെല്ലി. ഇത് പല രൂപത്തിലും മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ലിവർ സംബന്ധമായ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്കാണ് ഇത് ഏറെ പ്രയോജനപ്രദമായത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ആയുർവേദത്തിലും അലോപ്പതിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി മുഴുവനായി ഇടിച്ചു പിഴിഞ്ഞ് ഈ നീര് പശുവിൻ പാലിൽ കലർത്തി ഒരാഴ്ച കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ശമനം ഉണ്ടാവും. കീഴാർനെല്ലി പാലിലോ നാളികേരപ്പാലിലോ അരച്ച് കഴിക്കുന്നതും മഞ്ഞപ്പിത്തത്തിന് അത്യുത്തമമാണ്. ബി.പിക്കുള്ള നല്ലൊരു മരുന്നാണിത്. ഇതിൻ്റെ നീര് കുടിക്കുന്നത് ബി.പി നിയന്ത്രിച്ച് നിർത്താനും കുറയ്ക്കാനും സഹായിക്കുന്നു. കീഴാർനെല്ലിയുടെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പനിയുള്ളപ്പോൾ കീഴാർനെല്ലിയുടെ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. ഇത് അണുബാധകളെ തടയാൻ ശേഷിയുള്ള ഒന്നാണ്. ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾക്കും നീരിനുമെല്ലാം പറ്റിയ നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി. ഇത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് കൂടിയാണ്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഇതര വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നതിനുള്ള ശേഷിയും ഇതിനുണ്ട്. വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് കീഴാർനെല്ലി. കുടലിനെ ബാധിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിരശല്യം മാറാനും ഏറെ നല്ലതാണിത്. മുടി വളരാൻ അത്യുത്തമമാണ് കീഴാർനെല്ലി. ഇതിൻ്റെ ഇല ഇട്ട് കാച്ചിയ എണ്ണ തേക്കുന്നത് ഏറെ നല്ലതാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാന വഴിയാണിത്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കീഴാർനെല്ലി. ഇത് ദിവസേന കഴിക്കുന്നത് കിഡ്നി പ്രശ്നങ്ങൾക്കും മൂത്ര ചുടിയലിനും മൂത്രത്തിൽ പഴുപ്പിനും ഏറെ നല്ലതാണ്. വില കൂടിയ മരുന്നുകൾക്ക് പുറകെ ഓടുമ്പോൾ പ്രകൃതി നൽകുന്ന ഇത്തരം സസ്യങ്ങൾ പാഴാവുകയാണ് എന്ന് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.